ചെറിയ ഈവനിങ് വ്ലോഗാണ്. വലിയ വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും 2-3 ദിവസമൊക്കെ നിൽക്കാന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരാൻ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ. ഒരു കാരണം ഇല്ലാന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നൊന്നിങ്ങനെ ഒപ്പിടണം. അതിനിപ്പോൾ ഏതൊരു വീട്ടിലേക്കാണെങ്കിലും നമ്മളെ കാത്തിരിക്കാൻ ആളുണ്ടാവുന്ന കാലത്തോളം നമ്മൾ പോവന്നെ ചെയ്യും. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെയാണല്ലോ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ചെയ്ത് തീർക്കാണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കാണ്. എ മാൻ വിത്ത് നോ ഈഗോ ഈസ് റെയർ, ബട്ട് മൈ ഫാദർ ഈസ് വൺ ഓഫ് ദം. എൻ്റെ പറ്റി എല്ലാ പണി എടുക്കും കേട്ടോ. അതായത് പനെക്കൊണ്ട് കഴിയണ എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരും. അതിപ്പോൾ ഇമ്മാൻ്റെ മരണശേഷം അങ്ങനെയൊന്നുമില്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഉമ്മച്ചിയുള്ള കാലത്ത് തന്നെ ഉമ്മക്ക് എല്ലാ ഹെൽപ്പ് ഉപ്പച്ച് ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. കിച്ചണിലെ പണികളിൽ നമ്മൾ പെണ്ണുങ്ങൾ പുലികളാണെങ്കിലും പുറത്തത്തെ പണികളിൽ നമ്മൾ കുറച്ച് വീക്ക് ആയിക്കാരം. അപ്പം ഇങ്ങനെ ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംഭവം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സന്തോഷത്തോടെ ചെയ്യാം. കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികൾ കുഞ്ഞിക്കൈക്കുമ്പിളിലാക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ ഐബുട്ടന്. അല്ലെങ്കിലും നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മഴ പരിചയപ്പെടുത്തി കൊടുക്കണോണ്ട് വലിയ തെറ്റൊന്നുമില്ല. മഴയത്ത് കുളിക്കണം, തല നനയണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. അവരുടെ ഈ കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലൊക്കെ മഴനെ തൊട്ടറിയട്ടെ. മഴക്കാലായ പിന്നെ നമ്മൾ നമ്മുടെ മുറ്റത്തിനെ എത്ര തന്നെ പരിഗണിച്ചിട്ടും ഒരു കാര്യമില്ല, അതിങ്ങനെ ചീഞ്ഞ് പീത്തോണ്ട് കിടക്കും. സോ നമ്മൾ ഇവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കണം. അതായത് ഈ ചേമ്പും മറ്റുമായിട്ട് നമ്മുടെ മുറ്റം ഇങ്ങനെ ആകെ വൃത്തിയേടായിട്ട് കിടക്കാണ്. അപ്പോൾ ഇപ്പച്ചി അതൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കൊത്തലും മുറിക്കലൊക്കെ ഇപ്പച്ചി കഴിച്ചു തരും. അല്ലാത്ത ക്ലീനിങ്ങും അടിച്ചുവാരലും തൂക്കലൊക്കെ നമ്മളും തീരുമാനാക്കും. ആസ് എ ഹൗസ് പെയിന്റർ ഹി ലവ്സ് കീപ്പിംഗ് ഹിസ് ഹോം ലുക്കിംഗ് ഫ്രഷ് ആൻഡ് സ്പോട്ട്ലെസ്. മഴക്കാലമായതുകൊണ്ട് തന്നെ ചെളിയൊക്കെ തെറിച്ചിട്ട് അവിടെ ആകെ വൃത്തിയേടായി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പച്ചി ഇതാ പൻ്റെ വീടിനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള ജനലിനെ ഇങ്ങനെ പൊതിച്ച് മൂടാൻ അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് ഗൈസ്. കഥ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ ചില റിലേഷനൊക്കെ ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ആവും കേട്ടോ. ഞാൻ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് പൊട്ടിച്ചത് ആരാന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ അബ്നോർമൽ ആയിട്ടുള്ളൊരു താത്ത ഉണ്ടായിരുന്നു. ആളാണ് ഇത് പൊട്ടിച്ചത് കേട്ടോ. പൊട്ടിച്ചതിന് പിന്നിലുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞ ആ വലിയ സ്റ്റോറി. തൽക്കാലം അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എത്ര ആൾക്ക് എൻ്റെ പേരറിയാമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എൻ്റെ പേര് വരുന്നത് സഫ്ന തോട്ടത്തിൽ നിന്നാണ്. തോട്ടത്തിൽ എന്നത് നമ്മുടെ ഇനീഷ്യലാണ്, ബട്ട് നമുക്കൊരു തോട്ടവും ഇല്ല. അപ്പോൾ ഇതും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കും കേട്ടോ, തോട്ടത്തേക്കാർക്ക് എവിടെ തോട്ടം എന്ന് ചോദിച്ചിട്ട്. എന്തായാലും ഈ തോട്ടത്തിൽ നമുക്കൊരു പപ്പായ മരമുണ്ട്. അപ്പോൾ അതിന്മേന്ന് കുറേ പപ്പായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം അതൊക്കെ മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിലും പിന്നെ ഞാൻ പോരുമ്പോൾ എനിക്കും കുറച്ച് കൊണ്ടുവരണം. പപ്പായ മരത്തിൻ്റെ താഴെ ഇടുന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് ആകെ അളിപിളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ വൃത്തിയിലും മെനയിലും വേണമല്ലോ കൊടുക്കാൻ. സോ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണത്. അപ്പം നമ്മൾ അതൊക്കെ നീറ്റാക്കാൻ നിന്ന് ഇപ്പച്ചി ഈ സമയം വാർപ്പിൻ്റെ മുകളിൽ ഏതായാലും കയറിയതല്ലേ, അപ്പം അവിടെ കുറച്ച് വൃത്തിയാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ആ പരിപാടിയിലാണ് കേട്ടോ. ചേമ്പ് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൂടാണ്ട് കുറച്ച് താളും കൂടെ എടുത്ത് വെക്കണുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ എല്ലാം കൂടെ ഇട്ടിട്ടൊരു കൂട്ടാൻ വെച്ചാൽ സംഭവം നല്ല ടേസ്റ്റ് ആയിക്കാറല്ലോ. അപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അതും കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പപ്പായൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒന്ന് പഴുത്ത് വന്നൊരു പപ്പായ ഉണ്ടായിരുന്നേ. സോ നമ്മൾ കുട്ടികൾക്ക് അത് മുറിച്ച് പീസാക്കി കൊടുക്കാമെന്ന് വെച്ച്. മരുന്നൊന്നും അടിക്കാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പപ്പായ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയാം. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ഉണ്ടല്ലോ, അത് ദഹനം നല്ല അടിപൊളിയാക്കാനും അതേപോലെ തന്നെ മലബന്ധം ഒഴിവാക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയാം കേട്ടോ. കൃമിശല്യമൊക്കെ ഉണ്ടാവില്ലേ ഈ ചെറിയ കുട്ടികൾക്ക്, അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കര സൊല്യൂഷനാണ്. കോമൺ നെയിം ആയതുകൊണ്ടാണ് ഞാൻ പപ്പായ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇതിന് കർമൂസ എന്നാണ് പറയല് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്താണ് പറയലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈയിടെയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസും നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് അയക്കണമെന്നുണ്ടെങ്കിലും വേണമെന്ന് വെച്ച് വീഡിയോ ഇടലൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. എഡിറ്റിംഗ് ഒക്കെ എൻ്റെ ഒരു പാഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുട്ടിനെയും വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്കൊരു റിസൾട്ട് കിട്ടണുണ്ട് എന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മളെ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ തോട്ടത്തിൽ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, ഈ തോട്ടത്തിൽ നിന്ന് ഞാൻ ജസ്റ്റ് ആക്കി പറഞ്ഞതാട്ടോ, നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിതാ ഒരു കൂട്ടാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പോവാണ്. ചേമ്പും താളും പൂളയും കർമൂസയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നാടൻ കൂട്ടാൻ. ഇത് എപ്പൊക്കെ കാണുകയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ.
എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റ് ആയിക്കാരം നമ്മളത് ആ ഫ്രഷിൽ കയ്യോടെ പിടിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ മടി, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലൻ. അപ്പം നമുക്കിതിനൊക്കെ എപ്പോഴാണോ മൂഡ് വരുന്നത് അപ്പം തന്നെ നമ്മളിതൊക്കെ ചെയ്യാം. അങ്ങനെ അതാ കൂട്ടാനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്കുള്ള തേങ്ങയും പച്ചമുളക് ജീരകം ചെറിയ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ നാടൻ സാധനങ്ങളായിരുന്നേ. ഇതുപോലത്തെ കൂട്ടാനുകൾ, പൂളക്കൂട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇടിച്ചക്ക, ഇണ്ണിത്തണ്ട്, ഇങ്ങനത്തെ നാടൻ ഐറ്റംസിനോടായിരുന്നു എനിക്ക് താല്പര്യം കേട്ടോ. അനിയത്തി അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും പറയണില്ല. ഇനി ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അത് പറയാണ്ടിരിക്കുകയാണോ അതും നമുക്കറിയില്ല. എന്തായാലും അവൾ പറഞ്ഞ ഒരാഗ്രഹത്തിലുള്ളതായിരുന്നു അൽഫാമും മന്തിയും. ഇത് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയായിരുന്നേ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണതിനേക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് പുറത്ത് പോയി കഴിക്കുമ്പോൾ. ഇപ്പച്ചിക്ക് പുറത്ത് പോയി കഴിക്കണതിനോടൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും നമ്മൾ ആഗ്രഹത്തിന് നിന്ന് തരാതിരിക്കൂല. അപ്പം ഞാനും കൂടെ വരട്ടെ, എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാന്ന് വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടി വെച്ചതായിരുന്നേ. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പച്ചിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അവിടെയാണ് നമ്മളെ മമ്മ ഉള്ളത്. അങ്ങനെ മമ്മാനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരാന്ന് വെച്ചിട്ടാണ്. അവിടെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് ഓലൊക്കെ ഓലമ്മാൻ്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ വലിയ വൈബൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മമ്മാനൊക്കെ കാണൽ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം നമ്മളിതാ നേരെ തിരിച്ചു പോന്ന് നമ്മുടെ ചെർണിയിലുള്ള ഒരു മന്തിക്കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മന്തി കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ വല്ലപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ മന്തിക്ക്. ഫുഡിന് വേണ്ടിയിട്ടുള്ള ഈ കാത്തിരിപ്പാണ് സഹിക്കാൻ കഴിയാത്തത്. എക്സ്പെഷ്യലി പറഞ്ഞാൽ കേൾക്കാത്ത ഈ പിള്ളേരെയും വെച്ചിട്ട് സ്വന്തമായിട്ടൊരു ചെയർ കിട്ടിയ പൊലിവില് കുറച്ചേരെ കൈബുട്ടൻ അതിലിരുന്നു കേട്ടോ. പിന്നെയും കയറി മേശപ്പുറത്തേക്ക് തന്നെ. ആൾ ഒരുപാട് ഫുഡൊന്നും കഴിക്കൂല, എന്നാലും ഒരുപാട് ഫുഡ് ഇങ്ങനെ നിരത്തി വെച്ചത് കാണുമ്പോൾ ഓൻ എന്തൊക്കെ കാട്ടണ്ടി ഏതൊക്കെ കഴിക്കണ്ടി എന്നറിയാത്തൊരു തരം ബേജാറുണ്ടല്ലോ, അത് കുറച്ച് കൂടുതലാണ്. കുട്ടികൾക്ക് ഹണിയും നമുക്ക് പെരി ആയിരുന്നു പറഞ്ഞതിൻ്റെത്. അങ്ങനെ അതൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഈവനിങ് വ്ളോഗ്. ഞാൻ പറഞ്ഞല്ലോ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. എപ്പോഴും നമ്മളിങ്ങനെ ക്ലീനിങ് വീഡിയോസ് തന്നെ ചെയ്താൽ കാണുന്നങ്ങൾക്കും ബോറടിക്കൂലേ. വല്ലപ്പോഴും നമ്മുടെ ഇതുപോലത്തെ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ആവാമല്ലേ. നിങ്ങൾക്ക് നമ്മുടെ അടുത്തുനിന്ന് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ഏതാണെന്ന് എന്നോടൊന്ന് പറയണേ. ക്ലീനിങ്, കുക്കിംഗ്, ഫാമിലി വ്ളോഗ്, ഷോപ്പിംഗ്, ഹോം വീഡിയോസ്, എന്തായാലും നിങ്ങളെ സജഷന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞോളി. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. അപ്പോൾ ഓക്കെ, ബൈ.